പാർവതി വെല്ലുവിളിക്കാണ്. ആയിക്കോട്ടെ, നാലാം റൗണ്ട് അടിച്ചിരിക്കും. പാലക്കാട് ആദ്യത്തെ റൗണ്ടിൽ LDF-ന്റെ വോട്ട് 2128, UDF-ന്റെ 3011, BJP-യുടെ 4127. രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോ NDA-യുടെ 3422, UDF-ന്റെ 3700 എന്ന് പറയുന്നത് ഏകദേശം 250 ലീഡ്. LDF-ന്റെ 1993. അപ്പൊ എന്ന് പറഞ്ഞാൽ LDF കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. LDF മെച്ചപ്പെടുത്തിയത് BJP-ക്ക്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, 4835 വോട്ട് സരിൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ സരിൻ മാത്തൂരിലും കണ്ണാടിയിലും സ്റ്റെതസ്കോപ്പ് വെച്ച് പിടിച്ചിരിക്കും. കണക്കുകൾ ഒന്നുകൂടി പ്രേക്ഷകരോട് പറയാം. 2 റൗണ്ടുകൾ പൂർത്തിയാക്കുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP-യുടെ ലീഡ് കുറയുന്നു. ഒരു നിമിഷം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 858 വോട്ടുകൾക്ക് BJP ലീഡ് ചെയ്യുന്നു ഇപ്പോഴും. പക്ഷേ അവിടെ രണ്ടാമത്തെ റൗണ്ടിൽ അവിശ്വസനീയമായ വിധം അപ്രതീക്ഷിതമായി UDF-ന്റെ കുതിപ്പ് കാണാം. രാഹുൽ മാങ്കൂട്ടം 2 കാര്യങ്ങൾ വിയോജിപ്പ് പറയും. ഒന്ന് അവിശ്വസനീയമായ വിധം, 2 അപ്രതീക്ഷിതമായ വിധം. ഇങ്ങനില്ല, അത് അവിശ്വസനീയമല്ല, അപ്രതീക്ഷിതവുമല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ മൊത്തം ജനം കൃഷ്ണകുമാറേട്ടനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അവിടെ 44,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ മത്സരിക്കുമ്പോൾ 44,000 വോട്ട് എന്ന് പറയുന്നത് NDA വിരുദ്ധ വോട്ടാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് കണ്ട, പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ആന്റി ഇൻകംബൻസി വോട്ടായിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ റൗണ്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ സുജയ, 4ാമത്തെയും 5ാമത്തെയും റൗണ്ട് നിർണായകമാണ്. റൗണ്ട് നിർണായകമാണ്. പാലക്കാട് ലീഗ് പ്രവർത്തകർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, വെരുവിൻ, ആനന്ദിപ്പിൻ. നിങ്ങൾക്കിതാ 2ാമത്തെ റൗണ്ടിൽ ഒരു ലീഡ് കിട്ടിയിരിക്കുന്നു. ഹരിയാനയിൽ പുറപ്പെട്ടതായിരുന്നു ആളുകൾ. വേണ്ട, ലീഗും കോൺഗ്രസും ഒക്കെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ നമ്മൾ ആരോഗ്യകരമായി മാത്രമല്ല, അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സൂചന കൂടിയാണ്. മുനിസിപ്പാലിറ്റി എങ്ങോട്ടും അറിയുമെന്നതിന്റെ സൂചനയാണ്. ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയ BJP-ക്ക് അവിടെ അടി പതറുന്നുണ്ടോ എന്ന